friends, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ 1 വീക്കായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ വീഡിയോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അധികം വിശദീകരിക്കുന്നില്ല. ഇന്ന് ഞാനൊരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റിബൺ ഫ്ലവർ മേക്കിംഗ് ആണ്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഒരു പീസ്, അതായത് ഒരു 5 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വീതിയിലുള്ള റിബൺ ആണ് കേട്ടോ ഇത്. ഇനി നമുക്ക് 2 സൈഡും ഒന്ന് നൂലൊക്കെ പൊന്തിയത് ഒന്ന് ലൈറ്റർ ഉപയോഗിച്ച് ഉരുക്കി വൃത്തിയാക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ 2 സൈഡും ഇതുപോലെ ഒന്ന് ഒരു കോൺ ഷേപ്പിൽ ഒന്ന് മടക്കിയിട്ട് നമുക്ക് 2 സൈഡിലും ഇതുപോലെ മുട്ടുപിന്ന് കുത്തി കൊടുക്കാം. അത് ഓപ്പണായി പോവാതിരിക്കാനാണ്, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കോണിൽ നിന്ന് നമുക്ക് മേൽഭാഗത്തേക്ക് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 സ്റ്റിച്ചാണ് കേട്ടോ റണ്ണിങ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് വലിച്ചിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം, ഈ ഒരു സൈഡും കൂടി. അപ്പോൾ ഈ ഒരു സൈഡും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 3 സ്റ്റിച്ചായിട്ട് റണ്ണിങ് ചെയ്യണം. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്കിത് ഈ ഇതളൊന്ന് വലിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ഓരോ ഇതളുകളും നമുക്ക് ഇതുപോലെ ഇങ്ങനെ തുന്നി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ എടുത്തിട്ടുള്ള പീസുകൾ നമുക്ക് 5 എണ്ണം ഉണ്ടോ വേണ്ടത്. 5 ഇതളുകളാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. എവിടെയെങ്കിലൊക്കെ നൂലൊക്കെ പൊന്തിയിട്ടുണ്ടെങ്കിൽ അഥവാ നമുക്ക് ലൈറ്റർ ഉപയോഗിച്ചൊന്ന് ഉരുക്കി വൃത്തിയാക്കി കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നൂല് ഈ ലൈറ്ററിൽ കുടുങ്ങാതെ നോക്കണം. അതെങ്ങാനും കുടുങ്ങിയാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഇതളുകൾ ഇതുപോലെ തന്നെ ഇങ്ങനെ തുന്നി അത് മുഴുവനായിട്ട് ഇത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൈവശമുള്ള എല്ലാ ഇതളുകളും ഇതിലിപ്പോൾ തുന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ ഒരു നൂല് തുന്നാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കെട്ടിയിടില്ല. ആ ഒരു താഴ്ഭാഗത്ത് തുമ്പുള്ള ആ ഒരു ഭാഗം, ആ ഒരു ഭാഗത്തെ നൂലും അതുപോലെ ഇപ്പോൾ നമ്മൾ എൻഡ് ചെയ്ത് വെച്ച് ഈ ഒരു ഭാഗം കൂടി, ഈ ഭാഗം 2 ഭാഗം കൂടി നമുക്ക് ഒരുമിച്ച് വലിച്ചിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ടൈറ്റ് ചെയ്ത് ആ ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു പേളും കൂടി വെച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ക്യാൻവാസിൻ്റെ ഒരു പീസ് ഞാൻ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്ത് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് സ്റ്റിഗം ഉപയോഗിച്ച് ബാക്ക് സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള ഒരു പേളും കൂടി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പേളും കൂടി വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും അങ്ങോട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. സാധിക്കട്ടെ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ.